ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വീണ്ടും പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നും മതരാഷ്ട്രവാദം മുറുകെ പിടിച്ചപ്പോൾ സംഘടന LDF-നൊപ്പം ആയിരുന്നുവെന്നുമാണ് സതീശൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ ന്യായീകരിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ആ സംശയം തോന്നാം. വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? പൊതുസമൂഹത്തിന്റെ ധാരണ എന്താണെന്ന് രതീഷ് വാസുദേവൻ ചോദിക്കുകയാണ്. രതീഷിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. ഇത് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അതുകൊണ്ടാണ് അവരെ ജനാധിപത്യ ചേരിയിൽ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുന്നത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇത് ശരിയാണോ? ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി അത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അവരവരുടെ ആദ്യത്തെ ആ ഒരു നയരേഖ അത് അവരിൽ ഭേദഗതി വരുത്തിയതായിട്ട് ഒരു മാധ്യമങ്ങളിൽ ഞങ്ങൾ വായിച്ചറിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് ഇത് എവിടുന്ന് കിട്ടിയ വിവരമാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കണം. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി തന്നെ മത രാഷ്ട്രീയവാദം ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്നുള്ള നിലപാടെടുക്കുന്ന കൂട്ടരും ആ ഘടകത്തിൽ ഉണ്ടാകാനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രീയവാദം ഇല്ലയെന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഓരോ പേര് തന്നെ ഒരു മതമല്ലേ ഇസ്ലാം. ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അവർക്കൊന്നും അത് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി തുടക്കത്തിൽ അതൊരു വർഗീയ ശക്തി തന്നെയാണ്. അതിനൊരു മതേതര സ്വഭാവമൊന്നും വന്നിട്ടില്ല. സതീശനിപ്പം തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് UDF ആയിട്ട് ജമാഅത്തെ ഇസ്ലാമി സഖ്യം ചേരാൻ വേണ്ടി പറയുന്നൊരു അഭിപ്രായം മാത്രമായിട്ട് അതിനെ കാണാൻ കഴിയും. സതീശൻ പറഞ്ഞതെന്നിട്ട് അതിന് പ്രത്യേക ചെയ്ത് കാണരുത്. കാരണം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമെന്ന് പറയുന്ന സമയത്ത് സതീശൻ ആ സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള നിലപാടേ എടുക്കുകയുള്ളൂ. അപ്പം പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വന്നുകൊണ്ട് മാത്രം ഇലക്ഷന് ഈ ആഴക്കടലിൽ മുങ്ങി താഴ്ന്ന കപ്പലിലെ കപ്പിത്താനെ പോലെയാണ് ഇലക്ഷൻ്റെ സ്ഥിതി. എല്ലാവരും താഴ്ന്നുകൊണ്ടിരിക്കുക, കപ്പലിൽ താഴ്ന്നുകൊണ്ടിരിക്കുക. പലതും പറയും. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്കലി സ്വതന്ത്രമായ ചിന്താഗതി വരണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ട് ആദർശധീരമായ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി വരണം. അതാണ് മതേതര രാഷ്ട്രം. എല്ലാവരും നന്നായി വന്നാലാണ് നല്ലത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിലെ അന്ധവിശ്വാസമൊക്കെ ഒഴിവാക്കിയാൽ മതി. മരിച്ചവർ തിരിച്ചു വരും. പോലും മയ്യത്തോട് നീച്ചോ പറയാം. ആ ഒന്നും നടക്കാത്ത കാര്യം. ഈ നുണ പറഞ്ഞ ആളുകളെ പറ്റിച്ച അത് ഈ ലോകത്ത് നിർത്തിയാൽ ഒരുപാട് ആൾ രക്ഷപ്പെടും. വി.ഡി. സതീശൻ പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രമാണ്. ജനങ്ങളെ കബളിക്കുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമിക്ക് പറഞ്ഞാൽ അവരെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു ഒരിക്കലും മാറാൻ പറ്റില്ല. അവർ പഠിച്ചിട്ടുള്ളത് ഹദീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹദീസിലാണ് കൂടുതൽ രാഷ്ട്രീയം കയറി വരുന്നത്. അത് പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ മതപരമായിട്ടുള്ള ഭരണം എന്നുള്ളത്. അത് വെറും പാഴ്വാക്കാണ്. അതും ഖുർആനായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ജമാഅത്ത് ഇസ്ലാമി ആയാലും മുജാഹിദ് ആയാലും ഇവരൊന്നും ഖുർആൻ അടിസ്ഥാനപരമായിട്ടല്ല ചെയ്യുന്നത്. മതരാഷ്ട്രവാദം ജനാധിപത്യ സംവിധാനത്തിൽ വലിയ ഭീഷണിയാണെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ മതരാഷ്ട്രവാദം ഇല്ല എന്ന്, തങ്ങൾക്ക് മതരാഷ്ട്ര നിലപാടില്ല എന്ന് വ്യക്തമാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. അത് വി.ഡി. സതീശനല്ല എന്ന് തന്നെയാണ് ജനങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ M.N. നിതീഷിനൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.